കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ സിനിമയുടെ ഇതായിട്ട് തന്നെ എടുത്താൽ മതി. അതല്ലാതെ മനസ്സിലെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇൻഫ്ലുവൻസ് വരേണ്ട ആവശ്യമില്ല. സിനിമയായിട്ട് കണ്ടാൽ നല്ലതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ട്. ജഗദീഷ് ചേട്ടന് നട്ടിച്ചേർന്ന്, ഉണ്ണി മുകുന്ദൻ, സുനു, എല്ലാവരും നന്നായിരുന്നു. പൊളി. കണ്ടായിരുന്നോ? അടിപൊളി. നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രത്തോളം ഒരു വയലൻസ് പടം. അതെ, ഇങ്ങനെയുള്ള മൂവീസ് വരുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ജനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്നുണ്ട്. അതായത് ഇപ്പോൾ ദൃശ്യം ഇറങ്ങി, ഇപ്പോൾ ദൃശ്യം മോഡൽസിന് അതുപോലെ കൊലപാതകങ്ങളൊന്നും ഉണ്ടാവാതെ സിനിമയായിട്ട് കാണുക, പെർഫോമൻസ് ആയിട്ട് കാണുക, ഇറങ്ങുമ്പോൾ അതങ്ങ് വിട്ടിട്ട് വരിക. അല്ല, അത് ഫാമിലി ഇൻഫ്ലുവൻസ്ഡ് ആവാം, കുഴപ്പമൊന്നുമില്ല. ഫാമിലി ആയിട്ട് ഓറിയൻറ്റഡ്. ഞാനും ഹസ്ബൻഡുമായിട്ടാണ് വന്നത്, കുഴപ്പമൊന്നുമില്ല. കാണാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം. നന്നായിട്ട് അത് കണ്ടിട്ട് അതവിടെ വിട്ടിട്ട് വരിക. പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കരുത് ആരും. നല്ല പടമായിരുന്നു. അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ടായിരുന്നു. എൻ്റെ വൈഫാണ് നേരത്തെ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. വില്ലന്മാരാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. ഉണ്ണിമുകുന്ദനെക്കാട്ടി കുറച്ചുകൂടെ ഹൈപ്പിൽ നിൽക്കുന്ന വില്ലന്മാരായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് സംശയമുണ്ട്. ജഗദീഷ് കുറച്ചും കൂടെ ഒരു വയലന്റ് ക്യാരക്ടറാണെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അത്ര എത്തിയില്ല. നല്ലതാണ് കൈവച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് കാണാൻ, ചില സീൻസ് കാണാൻ മനസ്സിലായത് കട്ട് ചെയ്ത സീൻസ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവുക. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ അത്യാവശ്യം നല്ല വയലന്റ് പടമാണ്. ഇതിന് തൊട്ട് മുന്നേ അറിയാം കില്ലിൻ്റെ കട ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. നല്ല വയലൻസ് ആണ്. കാണാൻ പറ്റുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് കൊള്ളാം. നല്ല വയലൻസ് ആണ്. കേരളയിൽ ഇതുവരെ ഞാൻ കണ്ട മലയാളം മൂവീസിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു കൊള്ളാം. സെക്കൻഡ് ഹാഫ് സെറ്റ് തന്നെ. കണ്ടോണ്ടിരിക്കും. സൂപ്പർ പടമാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഈക്വലി വേർത്ത് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല വയലൻസ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ വെച്ചിട്ട് ലൈക്ക് ഒരു നമ്മൾ ഭയങ്കര ത്രില്ലടിപ്പിച്ച് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മാർക്ക് അതെ. ഇത് ആക്ച്വലി ഒരു ചാലഞ്ച് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എടുത്ത് തന്നെയാണ് കാണാൻ വന്നത്. ഇല്ല. സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ഇതായി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സൂപ്പർ ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ സൂപ്പർ ആയിട്ട്. അതായത് അവർ ലൈക്ക് നമ്മളെ അഭിനയിക്കണം തോന്നില്ല. അതായത് നമ്മളതിനെ പിടിച്ചിരുത്തും അവർ. സൂപ്പർ, ഒന്നും പറയാം. ലൈക്ക് ഒരു കംബാക്ക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് ലൈക്ക് ക്ലൈമാക്സ് സീൻ ഫുൾ ഞങ്ങളെ ഈച്ച് ആൻഡ് എവ്രി വൺ ലൈക്ക് നമ്മൾ പിടിച്ചിരുത്തുമായിരുന്നു. ഓക്കെ, താങ്ക് യു. കണ്ടിറങ്ങിയിൽ എന്താ പറയണ, വയലൻസിന്റെ കാര്യത്തിൽ പക്ക. ഇതിനപ്പുറം ഒരു പടം ഇനി വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടിപൊളി ഇത് തന്നെയാണ്. പടം വന്നു കഴിഞ്ഞാൽ മാർക്കൊക്കെ അപ്പുറം അല്ലെങ്കിൽ അല്ലേ, ഇതാണ് ഒരു ട്രെൻഡ് മാർക്ക്. ഇന്ന് അതിന്റെ അപ്പുറം വരണം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? വിഷയം സ്വാഗൊക്കെ അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. ഉണ്ണിമുകുന്ദന്റെ സ്വാഗാണ് ശരിക്കും പറഞ്ഞത്. വില്ലനാണ് ആ മെയിൻ വില്ലൻ. അപാരമാണ്. പുള്ളി അടിപൊളിയാ. പുള്ളിയും മറ്റേ രണ്ടുപേരും അവർ രണ്ടുപേരാണ് ശരിക്കും തകർത്തേക്കണത്. അവരാണ് ഒരു ലെവൽ കീപ്പ് ചെയ്ത്. ലോലൻ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഫാമിലീസിന് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ യൂത്തിനൊക്കെ അടിപൊളിയായിരുന്നു. സെറ്റ്. അതെ. എന്താണ് പറയാനുള്ള? എന്താണ് പറയാൻ വാക്കുകളില്ല. ഇതിനപ്പുറം ഒരു പടം വരണോ അതോ? ഇല്ല, നല്ല പടമായിരുന്നു. ബ്രൂട്ടൽ കില്ല് അടിപൊളിയായിരുന്നു. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കാണുന്നതല്ലേ നല്ലത്. കാണാത്തവര് വന്ന് കാണുന്നതായിരിക്കും നല്ലത്. അതെ. കൈൻഡ് ഹാർട്ട് ആയിട്ടുള്ള ആരും വരാതിരിക്കും നല്ലത്. ഇത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. ആ വില്ലനെ പെട്ടെന്ന് കൊന്നുപോലെ. ആ വില്ലനെ കുറച്ചുകൂടെ ബ്രൂട്ടലായിട്ട് കൊല്ലണമായിരുന്നു. വില്ലനെ പെട്ടെന്ന് കൊന്നാണ്. അതെ. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. വില്ലന് നൈസാണ്. ഏകദേശം മറ്റേ ഉണ്ണിമുകുന്ദന്റെ അടുത്ത് എത്ര രീതി കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കൊന്ന പോലെ. കൊള്ളാം. പൊളി. എങ്ങനെയുണ്ട്? മാർക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ വയലൻസ് എന്ന് പറഞ്ഞാൽ പോരി വയലൻസ്. ഒരു ബെഞ്ച് മാർക്കാണ്. കൊള്ളാം, നല്ല വയലൻസ് ഉണ്ട്. വരണം. മലയാളം ഇൻഡസ്ട്രിയിൽ വരണം. അപ്പുറം വരണം. കിട്ടിയ കൊള്ളാം. നല്ല രീതിക്ക് ഞെട്ടിച്ചായിരുന്നു. എപ്പോഴെങ്കിലും പേടിച്ചായിരുന്നു?
സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നു. മാർക്കോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് നല്ലതാ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രോബ്ലംസ് വെച്ചാൽ ഓക്കെയാണ്. വിചാരിച്ചിരുന്നോ ഇത്രയൊരു വയലൻസ് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ്? അപ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, മലയാള സിനിമയിലൊക്കെ വർക്ക് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? പെർഫോമൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു മെച്ചൂർ ഫീൽ. ഇല്ല, അങ്ങനെയല്ല, മലയാള സിനിമയല്ലേ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ അത് നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, ഭയങ്കര പേടിപ്പിക്കുന്ന പോലെ പടാണ്. എപ്പോഴെങ്കിലും സ്ക്രീനിൽ നിന്ന് കണ്ണൊക്കെ എടുക്കേണ്ടി വന്നു? പിന്നെ എല്ലാപ്പോഴും ഭയങ്കരമായിട്ട് പേടിയോ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അമേസിങ്, ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ്, സൂപ്പർ, എല്ലാവരും സൂപ്പർ. ലാസ്റ്റ് വന്ന വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു? ഞെട്ടിച്ച? അതെ, ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കിടിലെന്ന് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കാണണം. പക്ഷേ BGM സെലക്ഷനും പിന്നെ സ്ക്രിപ്റ്റും വലിയ ഇതില്ലെങ്കിലും ആക്ഷൻ സീക്വൻസ്, ഗോറ്, പിന്നെ എന്തോ സിനിമാറ്റോഗ്രഫി അത് എടുത്തു പറയണം. കാരണം എവിടെയൊക്കെ വെച്ച് ഫ്രെയിം എടുക്കണമെന്ന് ഡയറക്ഷൻ നല്ല രീതിയിൽ അറിയാം. കിടില എന്ന് പറഞ്ഞാൽ കിടില, അതാണ് കിടിലം. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മൂവിക്ക് അവർ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്രിഞ്ച് ഉണ്ട്, പിന്നെ BGM സെലക്ഷൻ ഇത്തിരി ബാക്കിലുണ്ട്. ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. കിടില, അവരൊക്കെ ജഗദീര് അഭിനയം എനിക്ക് ശരിയും കൂടെ. ജഗദീഷ് സിനിമ സ്റ്റോറി ലൈൻ അത്ര ഇല്ല, ക്യാരക്ടർ ഡെപ്ത് ഇല്ല, പക്ഷെ വയലൻസ്, ഫുൾ വയലൻസ് ആണ്, അത്ര. പണം ബ്രൂട്ടലാണ് ബ്രോ. ടോപ്പ് നോയ്സ് ആണ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ എത്രയും ഇല്ല വന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. പെർഫോമൻസ് ഒക്കെ പക്ക ബ്രോ. എന്ന് വെച്ചാൽ ടോപ്പ് നോയ്സ് സാധനം. കളർ ഗ്രേഡിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി എല്ലാം, മ്യൂസിക് എല്ലാം എല്ലാം പക്കയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സിദ്ദിഖ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നിനൊന്ന് മെച്ചം ബ്രോ. ഓവറോൾ ഉണ്ണി ബ്രോ ഒന്നും പറയാനില്ല. വില്ല ഒന്നും പറയാനില്ല ബ്രോ. സെറ്റ് സാധനം എന്ന് വെച്ചാൽ ടോപ്പ് നോച്ച് മൊത്തം. ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. എപ്പോഴെങ്കിലും കണ്ണൊക്കെ അടച്ചിരിക്കേണ്ടി വന്നു? അങ്ങനൊന്നും വന്നില്ല. ഇല്ല, അങ്ങനെ അല്ല, അങ്ങനൊന്നും തോന്നിയില്ല. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് ഉണ്ണിയുടെയും ജഗദീഷ് ചേട്ടനും? എല്ലാവരുടെയും നല്ലതായിരുന്നു. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ലായിരുന്നു. സിനിമയായിരുന്നു. ഫൈറ്റ് എല്ലാം സീനായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ണിമൂന്തൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അടിപൊളിയുണ്ടായിരുന്നു. ഒരു മലയാളത്തിന്റെ റിബൽ സ്റ്റാർ ആയിട്ട് മാറും പ്രവാസിനെ പോലെയൊക്കെ? മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര അടിപൊളി കിടില ആക്ടിങ് ആയിരുന്നു. എല്ലാം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഫൈറ്റൊക്കെ പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തത്. ഭയങ്കര വയലൻസ് ആണല്ലോ. എൻ്റെ സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ആണ്, എന്നാലും കൊള്ളാം, ഇഷ്ടമായി. ഉണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണി വന്നിട്ട് അമേസിങ്. വില്ലൻ എങ്ങനെയുണ്ട്? ലാസ്റ്റ് വന്ന ഞെട്ടിച്ചായിരുന്നു. കൊള്ളാം. എങ്ങനെയുണ്ടോ? വയലൻസ് ആണ്. മാർക്കോ എങ്ങനെയുണ്ട്? വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ആക്ഷൻ, അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ണിമൂന്തൻ എങ്ങനെയുണ്ട്? ഉണ്ണിമൂന്തൻ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരിക്കും. വില്ലനോ ലാസ്റ്റ് വന്ന വില്ലൻ? അതും അടിപൊളി. നല്ല പടമാണ്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. കുഴപ്പമില്ല, നല്ല വയലൻസ് ഉണ്ട്. വയലൻസ് ഉണ്ട്. എങ്ങനെയുണ്ട്? അവർ പറഞ്ഞിരുന്നല്ലോ. വയലൻസ് എത്ര എക്സ്പെക്ട് ചെയ്തെന്ന് വയലൻസ് കണ്ടിട്ട് അത്രയ്ക്കൊന്നും തോന്നില്ല, പക്ഷേ കൊള്ളാം, നല്ലതായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നല്ലതാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമ. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു പടത്തിൽ? ആക്ഷൻ തന്നെ. ആക്ഷൻ തന്നെയാണ്. ഉണ്ണി എങ്ങനെയുണ്ട്? ഉണ്ണിയുടെ പെർഫോമൻസ് ഒക്കെ? പുള്ളിയുടെ ആക്ഷനേ ഉള്ളൂ. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്ന? പൊള്ളയിൽ ഏറ്റവും ബെസ്റ്റ്. ബെസ്റ്റ്